ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ലക്ഷ്യം ഇറാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അല്ലെ ഉണ്ടാക്കാൻ പോകുന്ന ആണവായുധങ്ങൾ തകർക്കുകയാണോ, അതോ ഇപ്പോൾ ആ ലക്ഷ്യം കുറേ കൂടെ വികസിച്ചിട്ട് ഇറാനിലെ ഭരണത്തെ അട്ടിമറിക്കുകയാണോ എന്നൊരു സംശയം. ഏതാണ്ട് രണ്ടാമത് പറഞ്ഞത് ഇറാനിൽ റിജീം ചേഞ്ച്, ഭരണമാറ്റം ഉണ്ടാവണം, ഇനി ഖമനേയിമാരുടെ അയത്തുള്ളമാരുടെ ഭരണം വേണ്ട എന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ടെന്നാണ് പരക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അങ്ങനെ അമേരിക്ക അല്ലെങ്കിൽ ഇസ്രയേൽ വിചാരിച്ചാൽ ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാക്കാൻ പറ്റുമോ? ആ ഭരണമാറ്റം ഉണ്ടാക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ല, അങ്ങനെ പറ്റും? ഇതിനു മുമ്പ് വല്ല സാധിച്ചിട്ടുണ്ടോ? ഇതിനു മുമ്പ് 1953 CIA 79 മറ്റേ പഹ്ലവി ഷായുടെ ഭരണത്തിന് മുമ്പ് അതെന്താന്ന് വെച്ചാൽ 1953 അവിടെ ഒരു ജനാധിപത്യ ഭരണകൂടം ഉണ്ടായിരുന്നു. ആ ജനാധിപത്യ ഭരണകൂടം ജനങ്ങൾ കൊണ്ടുവന്നപ്പോ ഷാ അവിടെ നിന്ന് പലായനം ചെയ്തിരുന്നു. ഈ ജനാധിപത്യ ഭരണകൂടത്തിന് 1953 അമേരിക്ക ബ്രിട്ടന്റെ ആഗ്രഹപ്രകാരം അട്ടിമറിക്കുകയാണ്. അട്ടിമറിച്ചിട്ട് ഷായെ തിരിച്ചു കൊണ്ടുവരിക. എന്നിട്ടാണ് ഷാ 46 കൊല്ലം അവിടെ ഭരിക്കുന്നത്. ഷാ ശരിക്കും ഒരു ബ്രിട്ടീഷ് ട്രെയിൻഡാണ്. ആ രീതിയിലുമൊക്കെ പഴയ ധനിക മുസ്ലിങ്ങളും ഒക്കെ അവിടെയൊക്കെ പഠിച്ചിട്ടൊക്കെ വരുന്നത് പോലത്തെ ഒരാളായിരുന്നു ഷാ. അപ്പോൾ അന്ന് ഇറാനിൽ പ്രധാനമന്ത്രിയായിരുന്നത് മുഹമ്മദ് മൊസാദേഖ് എന്ന് പറഞ്ഞ ആളായിരുന്നു. തുടക്കത്തിലൊക്കെ വലിയ ആദരണീയനായ ഒരാളായിരുന്നു അദ്ദേഹം. പക്ഷെ ഇയാൾ കൊള്ളില്ലാത്ത ആളുകളാണെന്ന് പ്രചാരണം നടത്തി. ഇവിടെ വിമോചന സമരകാലത്തും ഒക്കെ പലതരത്തിൽ കാമ്പയിൻ നടത്തിയ പോലത്തെ ഒരു സംഭവമാണിത്. ഇവിടത്തേന് 59 അതിന് 5-6 കൊല്ലം മുമ്പ് 1953 ലോകത്തിലെ എല്ലാതരം ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളെയൊക്കെ മക്കാർത്തിസം എന്നൊക്കെ പറയില്ലേ, ആ സമയത്ത് കളയുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു ഇടതുപക്ഷ സ്വഭാവം എവിടെയെങ്കിലും കണ്ടാൽ, അല്ലെങ്കിൽ അത് ആരോപിച്ചിട്ട്, ഈ മൊസാദേഖ് ഇടതുപക്ഷമൊന്നും ആയിരുന്നില്ല, പക്ഷെ അങ്ങനെ ആരോപിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് CIA ഇയാളെ അവിടെ നിന്ന് മാറ്റിക്കളയുമ്പോൾ. അപ്പോൾ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും സംയുക്ത അട്ടിമറിയാണെന്ന് ഇറാനിൽ നടന്നത്. ജനാധിപത്യ സർക്കാരിനെ മാറ്റിയിട്ട് ഷായെ കൊണ്ടുവന്നു. ഈ 1950കളിലെ തുടക്കത്തിൽ ഇയാളൊരു ദേശീയവാദിയായിരുന്നു, നാഷണലിസ്റ്റ് മൊസാദേഖ്. ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കുറേ സാമൂഹിക പരിഷ്കാരങ്ങളൊക്കെ നടത്തി. ഇറാനിലെ എണ്ണക്കമ്പനികൾ, എണ്ണ വ്യവസായം മുഴുവൻ നടത്തിയിരുന്നത് ബ്രിട്ടനാണ്. അപ്പോൾ അതെന്ത് ചെയ്തു, അതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ആംഗ്ലോ ഇറാനിയൻ ഓയിൽ കമ്പനി എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് കമ്പനിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ചെറിയ തുക മാത്രം ഇറാന് കൊടുത്തിട്ട് ലാഭം അങ്ങോട്ട് കൊണ്ടുപോകുന്ന പരിപാടിയായിരുന്നു. ഈ മൊസാദേഖ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ എണ്ണ വ്യവസായം ദേശസാൽക്കരിച്ചു. അങ്ങനെ ബ്രിട്ടീഷ് കമ്പനി എന്ന് പറയുന്നത് ഇറാൻ കമ്പനിയായിട്ട് മാറി. അപ്പോൾ ബ്രിട്ടന് നന്നായിട്ട് നൊന്തു. അപ്പോൾ ബ്രിട്ടൻ 1951 ഈ ദേശസാൽക്കരണ നീക്കം നടക്കുന്നു എന്നൊക്കെ കണ്ടിട്ട് പാർലമെന്റിൽ പബ്ലിക്കിൻ്റെ ഇടയ്ക്കുമൊക്കെ ക്യാമ്പയിനൊക്കെ നടത്തിയിരുന്നു. പക്ഷെ അലസിപ്പോയി, നന്നായില്ല. ഇദ്ദേഹത്തിനെ പറ്റി വലിയ മതിപ്പ് വന്നു. ഇന്ദിരാഗാന്ധി ഒരു വലിയ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ദേശസാൽക്കരണല്ലേ നടത്തിയത്, ബാങ്കുകളുടെ ദേശസാൽക്കരണം എന്ന് പറഞ്ഞിട്ട് വലിയ പോളിസി മാറ്റമായിരുന്നു അത്. അപ്പോൾ ബ്രിട്ടന് ഇയാളോട് വലിയ ദേഷ്യമായി, ഇയാളെ ഇറക്കണമെന്ന് ബ്രിട്ടൻ തീരുമാനിച്ചു. ആദ്യത്തെ ശ്രമം ബ്രിട്ടൻ്റെത് അലസിപ്പോയി, തന്നെ ചെയ്തത്. മൊസാദേഖ് ബ്രിട്ടനുമായിട്ട് ചർച്ച നടത്തി. അവർ പറഞ്ഞു ഈ ദേശസാൽക്കരണം മാറ്റണം, ഞങ്ങൾക്ക് തന്നെ എണ്ണ വെക്കണം. ആ ചർച്ച അലസിപ്പോയി രണ്ടുപേരും. അത് കഴിഞ്ഞ് ബ്രിട്ടനെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ബാർ ചെയ്തു മൊസാദേഖ്. സകല വ്യവസായങ്ങളും ബ്രിട്ടൻ്റെത് പൂട്ടുകയൊക്കെ ചെയ്തു. പിന്നെ അട്ടിമറി നടത്തണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഷായെ ഒരു അവിടുത്തെ പഴയ രാജഭരണത്തിൻ്റെ ആളായതുകൊണ്ട് അയാളെ ഉപയോഗിക്കാം എന്ന് ബ്രിട്ടൻ കരുതി. അങ്ങനെ അട്ടിമറിക്കാം, ഷായ്ക്ക് അനുകൂലമായ ഉള്ള ആളുകളെ കൊണ്ടൊക്കെ പ്രക്ഷോഭം നടത്തിച്ചിട്ട് പ്രധാനമന്ത്രിയെ പുറത്താക്കാമെന്ന് വിചാരിച്ചു. ഷായോട് സംസാരിച്ചു, ഷാ സമ്മതിച്ചില്ല. അപ്പോൾ അത് നടന്നില്ല. ആളുകൾക്ക് ഇങ്ങനെ ഒരു സംഗതി പൊളിഞ്ഞു എന്ന് കേട്ടപ്പോൾ പ്രധാനമന്ത്രിയോട് ആദരവ് പിന്നെയും കൂടി, മൊസാദേഖിനോട് ആദരവ് കൂടി. അപ്പോഴാണ് ബ്രിട്ടൻ അമേരിക്കയോട് സഹായം ചോദിക്കുന്നത്.
നമുക്കിത് പുറത്താക്കണം. മൊസാദേഗ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിട്ടും അമേരിക്കയിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഉള്ളത് കൊണ്ട് അവിടെ പോയി പറഞ്ഞു, ഇയാൾക്ക് സോവിയറ്റ് യൂണിയനുമായിട്ടും ഈ ഇടതുപക്ഷ പാർട്ടി തുദേ പാർട്ടിയായിട്ടും വലിയ ബന്ധമാണ് എന്ന് അമേരിക്ക പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് എന്നാൽ പിന്നെ നമുക്ക് ഇയാളെ പുറത്താക്കാമെന്ന് ഡ്വൈറ്റ് ഐസൻഹോവർ പ്രസിഡന്റ് സമ്മതിച്ചു. നമുക്ക് ശരിയാക്കി കളയാം. അങ്ങനെ ഓപ്പറേഷൻ അജാക്സ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ തീരുമാനിച്ചു. CIA ഓഫീസർ കെർമിറ്റ് റൂസ്വെൽറ്റ് ജൂനിയർ അയാളെ ഇതിൻ്റെ നേതൃത്വം ഏൽപ്പിച്ചു. റൂസ്വെൽറ്റ് ജൂനിയർ എന്ന് പറയുമ്പോൾ അറിയാം, നേരത്തെ പ്രസിഡന്റ് തിയഡർ റൂസ്വെൽറ്റിൻ്റെ കൊച്ചുമകനാണ് ഈ CIA ഓഫീസറായിട്ട് ഇത് നയിച്ച ആള്. അപ്പോൾ ബ്രിട്ടൻ്റെ SIS രഹസ്യ പോലീസുമായിട്ട് സഹകരിച്ചാണ് ഇത് ചെയ്തത്. പ്രൊപ്പഗൻഡയ്ക്ക് പ്രചാരണത്തിന് ധാരാളം ഫണ്ട് ഇറാനിലേക്ക് അയച്ചു. ഇറാനിലെ പത്രങ്ങൾക്ക് കോഴ കൊടുത്തു. ഇവിടെ വിമോചന സമരകാലത്തും കൊടുത്തിട്ടുണ്ട്. വലിയ തുക കൊടുത്തു. വലിയ പത്രങ്ങൾക്ക്, ഇന്നത്തെ വലിയ പത്രങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തു. എന്നിട്ട് മത പുരോഹിതന്മാരുണ്ടല്ലോ, മൊല്ലാക്കന്മാർ, അവർക്ക് പൈസ കൊടുത്തു, ഇറക്കി. ഇവിടെയും വന്ന് സഭയെ ഇറക്കിയിരുന്നല്ലോ. പൊളിറ്റിക്കൽ ഗ്രൂപ്പുകൾ അതിനെയൊക്കെ ഇറങ്ങി. ഈ വിവരങ്ങളൊക്കെ സ്റ്റീഫൻ കിൻസർ എഴുതിയ ഓൾ ദ ഷാസ് മെൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. റൂസ്വെൽറ്റ് മൊല്ലാക്കന്മാരെ വാടകയ്ക്കെടുത്തു, പത്രങ്ങൾക്ക് കോഴ കൊടുത്തു. ഷായുടെ പിന്തുണ ഇതിന് കിട്ടുകയും ചെയ്തു. ആദ്യത്തെ അട്ടിമറി ശ്രമം പാളിപ്പോയി. മൊസാദേഗ് അറിഞ്ഞു. അറിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ രാവിലെ റേഡിയോയിൽ പറഞ്ഞു, ഇതിങ്ങനെ വന്നിട്ടുണ്ട്, ഇവരെയൊക്കെ വാടകയ്ക്കൊക്കെ എടുത്തിട്ടുണ്ട്, കോഴയൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്നെ പുറത്താക്കാനാണ്. അപ്പം ജനം ക്ഷുഭിതരായി. ആ പരിപാടി നടന്നില്ല. റൂസ്വെൽറ്റ് പക്ഷെ വീണ്ടും ഒന്ന് ഇറങ്ങിയതാണല്ലോ, വീണ്ടും ചെയ്യാമെന്ന് പറഞ്ഞ് 1953 ഓഗസ്റ്റ് 19 ഷാ അനുകൂല പട്ടാള യൂണിറ്റുകളെ സംഘടിപ്പിച്ചു. പിന്നെ ജനരോഷം ഈ ക്യാമ്പയിൻ വഴിയൊക്കെ ഉണ്ടാക്കി. 1953 ഓഗസ്റ്റ് 19 മൊസാദേഗ് ഭരണകൂടം വീണു. ഈ ജനരോഷത്തിലും പട്ടാളങ്ങളുടെ കൂറുമാറ്റം, പട്ടാള യൂണിറ്റുകളിൽ ഷായെ കൊണ്ടുവന്നു മറ്റേ സിംഹാസനത്തിൽ വീണ്ടും ഇരുത്തി. ഷാ ഈ പറയുന്ന പോലെ ലിറ്ററലി അമേരിക്കയുടെ ഒരു പാവയാണ്. പുറത്തുനിന്ന് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ്. യൂനിസിനെ കൊണ്ടുവന്ന പോലെ. അതെ, അതുപോലെ കൊണ്ടുവന്ന. പക്ഷെ അയാൾ ജനങ്ങൾക്ക് ഉപകാരമാണ് ചെയ്തത്, ഉപദ്രവിച്ചില്ല. ജനാധിപത്യ ഷാ അതെ. കാരണം അമേരിക്ക പറയുന്നത് പോലെ ചെയ്യുന്നതുകൊണ്ട് ഭീകരതയൊന്നുമില്ലല്ലോ. അതാണ് മതഭീകരതയില്ല. മൊസാദേഗിനെ അറസ്റ്റ് ചെയ്തു, 3 വർഷം തടവിലിട്ടു. ബാക്കി കാലം വീട്ടുതടങ്കലിലായിരുന്നു. ഈ ഷായുടെ മരിക്കുന്നത് വരെ വീട്ടുതടങ്കലിലായിരുന്നു. അട്ടിമറി ജയിച്ചു കഴിഞ്ഞപ്പോൾ CIA $50 ലക്ഷം ഇറാനിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ തരാം എന്ന് പറഞ്ഞവർക്കൊക്കെ കൊടുക്കാൻ. എന്നിട്ട് ജനറൽ ഫസലുള്ള സഹേദിയുടെ ഭരണം. ഷാ സിംഹാസനത്തിലിരിക്കും. ഒരു പട്ടാളക്കാരൻ ഫസലുള്ള സഹേദിയെ പിടിച്ചിട്ട് പാവ പ്രധാനമന്ത്രിയാക്കി. ഒരു പ്രധാനമന്ത്രിയെ അവിടെ പട്ടാളക്കാരനെ ഉണ്ടാക്കി. അപ്പോൾ ഇത് 2009 ഇങ്ങനെ ഒരു അട്ടിമറി ഞങ്ങൾ നടത്തിയെന്ന് ഒബാമ സമ്മതിച്ചിരുന്നു. 2013 ഓഗസ്റ്റ് 19 CIA ഈ രേഖകൾ ഡീക്ലാസിഫൈ ചെയ്തു, പരസ്യമാക്കി. ഏതാണ്ട് അതുപോലെ ഒരു അട്ടിമറിയിലേക്ക് ഇപ്പോൾ നീങ്ങുന്നു എന്ന് തോന്നുന്നു. അന്നത്തെ പോലെ തന്നെ അന്ന് എന്തൊക്കെയാണെങ്കിലും നിലവിലുണ്ടായിരുന്ന സർക്കാരിന് അനുകൂലമായിരുന്നു ജനം. ഇപ്പൊ അങ്ങനെയല്ല. ജനം എതിരാണ്. ഈ മതഭീകരതയ്ക്ക് വലിയ എതിരാണ് അവര്. ഒരാളോടെ പറ്റിയ ഒരു അഭിപ്രായവും ഇല്ല. പക്ഷെ എന്തായാലും കാര്യങ്ങൾക്ക് വിചാരിച്ച വേഗമില്ല. എളുപ്പത്തിൽ ഉന്തിയാൽ വീഴുന്ന പോലെ അല്ല അവിടെ. നമ്മളിത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പഹൽഗാം കഴിഞ്ഞിട്ട് ഇന്ത്യ അടിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ 2 ആഴ്ച നമ്മൾ വല്ലാത്ത ഒരു ദേഷ്യവും ഒക്കെ തോന്നിയിരുന്നു. പക്ഷെ അതിന് ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. അല്ലേ? ആസൂത്രണം, സന്നാഹം സൂക്ഷ്മമായിട്ട് ചെയ്യണം. ഇത് പാകിസ്ഥാൻ ചെയ്യുന്ന പോലെയൊന്നും അല്ലല്ലോ ഇസ്രായേൽ ചെയ്യുന്നത്. ഓരോ നട്ടും ബോൾട്ടും ഒക്കെ കൃത്യമായിട്ട് ഇവിടെ ഒരു തിരിച്ചുള്ള ഡാമേജ് പരമാവധി കുറഞ്ഞിരിക്കണം. കൊലാട്രൽ ഡാമേജ് കുറഞ്ഞിരിക്കുക എന്നുള്ളത് പ്രധാനമാണല്ലോ. ജനങ്ങൾ ശത്രുക്കളാകാൻ പാടില്ല. ഇറാനിലെ ജനങ്ങൾ ശത്രുക്കളാവാൻ പാടില്ല.
ഇങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയാസ് ഫിക്സ് ചെയ്ത് ഒരു അമ്മയും കുഞ്ഞും മരിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു അമ്മയും കുഞ്ഞും മരിച്ചു കഴിഞ്ഞാൽ തന്നെ തീർന്നില്ല. പണ്ട് വിഭജന സമരകാലത്ത് ഫ്ലോറി എന്ന് പറഞ്ഞൊരു ഗർഭിണി, അതെ, അങ്കമാലി കല്ലറയിൽ അല്ലേ ഫ്ലോറി മരിച്ചത് അവിടെയാണ്. അങ്കമാലി കല്ലറയിൽ ആരാ നടക്കുന്നത്? അങ്കമാലി ഫ്ലോറി പാങ്ങോടാ അല്ലേ? അല്ല, നമ്മുടെ ആ തുറയില്ലേ, പെരുമാതുറ എന്നൊക്കെ പറയുന്ന ഭാഗമില്ലേ, ആ കടൽ തീരം, ലത്തീൻ കത്തോലിക്ക ഫ്ലോറി, ആ മേഖലയിലാണ്. എന്ന് പറഞ്ഞാല് വെസ്റ്റ് തിരുവനന്തപുരം. അങ്കമാലിയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ കള്ളുഷാപ്പ്, മറ്റേ വെടി നടന്നു അങ്കമാലി വെടിവെപ്പ്. അന്നാണ് മനോരമ സാധാരണ ആഴ്ചയിൽ 3 ദിവസം മറ്റല്ലേ പ്രസിദ്ധീകരിച്ചുള്ളൂ. അന്ന് മുതലാണ് എല്ലാ ദിവസവും പ്രസിദ്ധീകരിക്കുന്നത്. എല്ലാ ദിവസവും വെടിയുണ്ടാവും എല്ലാ ദിവസവും. പിന്നീട് കുറെ കാലം കഴിഞ്ഞ് ഈ അങ്കമാലിയിൽ നടന്ന സംഭവങ്ങളെ പറ്റിയൊക്കെ അന്വേഷിക്കാൻ എന്നെ അയച്ചിട്ട് ഞാൻ എഴുതി കൊടുത്തിരുന്നു. അത് ശരിക്ക് മാത്യുട്ടിച്ചതിന് KM മാത്യുവിന് എന്താ സംഭവിച്ചതെന്ന് അറിയണമായിരുന്നു, ശരിക്കും എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ അന്ന് അവിടെ ആക്രമണത്തിൽ പങ്കെടുത്ത ഒരാൾ അവിടെ കള്ളുഷാപ്പിൽ ഇപ്പോൾ എടുത്തുകൊടുപ്പുകാരനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് പള്ളി ഉണ്ടാക്കിയതാണെന്നാണ്, എനിക്ക് സത്യം എഴുതാൻ പറ്റുള്ളൂ, പള്ളി ഉണ്ടാക്കിയതാണെന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റാതെ തോന്നുന്നു. അത് ശരി, പുള്ളിക്ക് കാര്യം മനസ്സിലായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.